ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ തുറന്ന് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞാൻ ഈ ജി സുധാകരൻ അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് ഞങ്ങൾ. അപ്പോൾ അദ്ദേഹവും വളരെ നിഷ്കളങ്കമായ ചില കാര്യങ്ങൾ ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്ന മനുഷ്യനാണ്. പക്ഷെ അപ്പോഴും പാർട്ടിയുടെ ഒരു നിലപാടിൽ നിന്നും അടിസ്ഥാനമായി അദ്ദേഹം വ്യതിചലിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നു, പല പാർട്ടിക്കാരും അദ്ദേഹത്തെ വലവിരിച്ചു, പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം അതിലേക്കൊന്നും വഴങ്ങിയിട്ടുമില്ല. ഇപ്പോൾ നമ്മുടെ ഈ മധു മുല്ലശ്ശേരിയെ പോലുള്ള ആളുകളൊക്കെ മംഗലപുരത്തു നിന്നൊരു സുപ്രഭാതത്തിലങ്ങ് BJP-യിലേക്ക് പോവുകയാണ്. അത് അങ്ങേപോലെയുള്ള ഒരു മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗത്തെ സംബന്ധിച്ച് ഒരു അലോസരം ഉണ്ടാക്കുന്നില്ലേ? ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് 6 വർഷം ഇരുന്നയാൾ, കഴിഞ്ഞ 42 വർഷമായ ഒരു പാർട്ടി അംഗമായിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ജില്ലാ സെക്രട്ടറിയോട് വിയോജിപ്പ് പറഞ്ഞ് മോദി ക്യാമ്പിലേക്ക് പോവുകയാണ്. ഇന്ന് 10:30 അദ്ദേഹം അംഗത്വം സ്വീകരിക്കുകയാണ്. അത് ഞാനിങ്ങനെ ചാനലിൽ ഞാനത് കണ്ടു. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക്, കാരണം അത് തിരുവനന്തപുരത്താണ്, മംഗലപുരത്താണ്, ഞാനുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന ഒരു പ്രദേശമല്ല. എങ്കിൽ പോലും എനിക്ക് മധുവിനെയും ഈ പിന്നെ മംഗലപുരം ഏരിയ കമ്മിറ്റിയും ഒക്കെ എനിക്കറിയുന്നതാണ്. അവിടുത്തെ ഒരു പാർട്ടി ഓഫീസിൻ്റെ തറക്കല്ലിടാൻ, അത് ADC സെക്രട്ടറി ഞാൻ തന്നെ പോയിരുന്നു. ജോയിയായിട്ടൊക്കെ ഞങ്ങൾക്ക് നല്ല ബന്ധം. അങ്ങനെ സാധാരണഗതിയിൽ സഖാവ് ജോയി എന്ന് പറയുന്ന നല്ല പക്വതയും പാകതയും ഒക്കെയുള്ള നല്ല പ്രാപ്തനായിട്ടുള്ളൊരു പാർട്ടി ലീഡറാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്ക് ഒരു പത്രങ്ങളിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകളെ മാത്രം ആധാരമാക്കി പറയുന്നത് ശരിയായിരിക്കില്ല. അത് സംബന്ധിച്ച് അവിടുത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റിയോട് ചോദിച്ചാൽ അവർ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാർട്ടിയെ തകർക്കാൻ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലൂടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പാർട്ടി സഖാക്കളാകെ വളരെ ഗൗരവത്തോടു കൂടി കാണണം. കാരണം വലതുപക്ഷ ശക്തികൾക്ക്, പിന്തിരിപ്പ ശക്തികൾക്ക് ഏറ്റവും വലിയ ഭയം CPM-നെയാണ്. RSS സംഘപരിവാർ ഭയപ്പെടുന്നത് കോൺഗ്രസിനെയല്ല, ഇന്ത്യയിൽ CPM-നെയാണ്. അവർക്ക് കോൺഗ്രസിനെയൊക്കെ ഇല്ലാതാക്കാനും ഭയപ്പെടുത്താനും എന്ത് ചെയ്യിക്കാനും കഴിയത്തക്ക നിലയിലുള്ള ശക്തി RSSും BJP-യും പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനെ ദുർബലപ്പെടുത്താനും കോൺഗ്രസിന് കഴിയും. പക്ഷേ CPM-നെ അങ്ങനെ ദുർബലപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് പല വഴികളിലൂടെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ പലതരത്തിലുള്ള നിലപാടുകളും സ്വീകരിച്ച് പ്രവർത്തിച്ചേക്കും. അത് ജാഗ്രതയോടുകൂടി കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിനെ അതിൻ്റെ ശക്തി അടിത്തറ വിപുലീകരിക്കാൻ, ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കാൻ, അതുവഴി കേരള താല്പര്യം സംരക്ഷിക്കുക, ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തും ശക്തിയും വർദ്ധിപ്പിക്കുക. അതാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. ഇടതുപക്ഷത്തിൻ്റെ ശക്തിപ്പെടലാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ. അതിന് ഉതകത്തക്ക നിലയിലുള്ള ജാഗ്രത പാർട്ടി സഖാക്കളിലെല്ലാം ഉണ്ടാകണം. കാരണം നമ്മൾ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ കണ്ടു ഒരു ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. മംഗലപുരത്ത് ഒരു ഒറ്റപ്പെട്ട വ്യക്തിയുടെ പ്രശ്നമാണെന്ന് പറയാം, പക്ഷേ കൊല്ലത്ത് അങ്ങനെയല്ല. അവിടെ സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ജില്ലയാണ്. അവിടെ ഒരു ഏരിയ കമ്മിറ്റി ഇപ്പോൾ പിരിച്ചുവിടുന്നൊരു അവസ്ഥയുണ്ടാവുന്നു. കൊഴിഞ്ഞാമ്പാറയിൽ കുറച്ച് വിമതരീയർന്നൊരു പുതിയ ഓഫീസ് ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ CPM-ൽ ഒരു 4-5 ഇടങ്ങളിൽ ചില വിഭാഗീയതയുടെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ട്, പത്തനംതിട്ടയിൽ, തിരുവല്ലയിൽ അടക്കം. അപ്പോൾ ഇതൊരു നല്ല പ്രവണതയല്ലല്ലോ. അതായത് ശത്രുക്കൾക്ക് ആയുധമാകാൻ വേണ്ടി ഇരുന്നു കൊടുക്കരുത് എന്നൊരു മെസ്സേജ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സമയമാവുന്നു അല്ലേ? ഇത് പ്രത്യയശാസ്ത്രപരമായോ രാഷ്ട്രീയമായോ ഉള്ള എന്തെങ്കിലും ഒരു വ്യതിയാനമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഇത് പലതും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ച് പാർട്ടിയെ കൂടുതൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നത്. അതേ അവസരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇന്ത്യയിൽ സോഷ്യലിസം കെട്ടിപ്പടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് തൊഴിലാളി കർഷക സഖ്യം, തൊഴിലാളി കർഷക സമരങ്ങൾ, അതിലൂടെ ഉയർന്നു വരുന്ന ജനകീയ ശക്തി, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ ആകെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനമാക്കി CPM-നെ വളർത്തിയെടുക്കുക. ഈ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ധാരണകളെ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള മഹത്തായ സന്ദേശം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും കഴിയണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒഴിവാക്കാൻ സാധിക്കും. വ്യക്തിഗതമായ താല്പര്യങ്ങൾക്ക് കീഴടങ്ങുന്നവരെ മോചിപ്പിച്ചെടുക്കാൻ കഴിയണം. പൊതു താല്പര്യമാണ്, രാഷ്ട്രീയ താല്പര്യമാണ് CPM-ന്റേത്. രാഷ്ട്രീയ നയം വിജയിപ്പിക്കാൻ കൂടുതൽ സംഘടനാപരമായി കൂടുതൽ പ്രത്യയശാസ്ത്രാവബോധം ഈ അണികൾക്ക് കൊടുക്കേണ്ടതുണ്ട്.
പാർട്ടി ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൽ കൂടിയാണ്. കാര്യം വളരെ പെട്ടെന്ന് വലതുപക്ഷ വ്യതിയാനം ആളുകളിൽ കാണുന്നു. ഞാൻ ഈ മധു മുല്ലശ്ശേരിയുടെ കാര്യം പറഞ്ഞത്, ഒരു സുപ്രഭാതത്തിൽ BJP-യോടുള്ള എതിർപ്പ് നേരെ BJP ക്യാമ്പിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി ലാൻഡ് ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി ഞാനങ്ങ് BJP-യിലേക്ക് പോവുകയെന്ന് നിസ്സാരമായിട്ടൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ പറയാൻ പറ്റും? വ്യക്തിഗതമായിട്ടുള്ള ഒരു തരത്തിലുള്ള വെറുപ്പും സാധാരണഗതിയിൽ ജോയിയോട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരാളല്ല അവിടുത്തെ ജില്ലാ സെക്രട്ടറി. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഏതോ പ്രേരക ശക്തി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റോട് സ്നേഹവും ബഹുമാനവുമുള്ള ഒരാളും ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കില്ല. മധു സ്വീകരിച്ചിരിക്കുന്നത് വളരെ വളരെ തെറ്റായിട്ടുള്ള നിലപാടാണ്. ആ നിലപാട് ഒരാളും പാർട്ടിയിൽ സ്വീകരിക്കില്ല. അങ്ങനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിഗതമായ ഏതോ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളുടെ കൈവശം എത്തപ്പെട്ടു, അവരുടെ കയ്യിൽ അകപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ കൂടി ഒരു ലക്ഷണമായിട്ടേ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് പാർട്ടി സഖാക്കൾ പല വഴികളിലൂടെ നമ്മുടെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശത്രുക്കൾ പരിശ്രമിക്കുമെന്ന് കണ്ടെത്തണം. ഈ സംഘടനാപരമായി അത് കൂടുതൽ ശ്രദ്ധിക്കണം അല്ലേ? നേതൃത്വ തലത്തിൽ അതൊരു കൂടുതൽ ശ്രദ്ധയുണ്ടാവുകയും വേണം അല്ലേ? തീർച്ചയായും ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വളർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ശാസ്ത്ര സാങ്കേതിക വളർച്ചകൾ, പൊതു സാഹചര്യങ്ങൾ, ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലമാക്കാൻ വലതുപക്ഷ ശക്തികൾ എല്ലാ ശ്രമങ്ങളും നടത്തും. ഏത് ശ്രമങ്ങളും അവർ ഉപേക്ഷിക്കില്ല. ഇത് പാർട്ടിക്കകത്താകെ ഇപ്പോൾ കൂടുതൽ ഒരു ധാരണയുണ്ടാകാൻ ഇത്തരം സംഭവങ്ങൾ ഇടയാക്കിയിട്ടുണ്ട്. അങ്ങ്